നമസ്കാരം സാറേ. ഈ വീഡിയോയിലൂടെ നമ്മൾ ആ HVACയുടെ ഡിസൈൻ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നു സാറേ. യൂസ് ചെയ്തിരിക്കുന്ന യൂണിറ്റ് ബ്രാൻഡ് LG എന്ന് പറഞ്ഞ ബ്രാൻഡ് LGയുടെ മൾട്ടി സീരീസ് എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഇൻഡോറും ഒരു ഔട്ട്ഡോറും. അപ്പം ഈ ടൈപ്പ് ഓഫ് LGയുടെ എയർ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഒരു ഔട്ട്ഡോർ യൂണിറ്റും മൾട്ടിപ്പിൾ ഇൻഡോർ യൂണിറ്റും നമുക്ക് ഫിറ്റ് ചെയ്യാം. അപ്പോൾ ആ മൾട്ടിപ്പിൾ ഇൻഡോർ ഫിറ്റ് ചെയ്യുന്നതിന് ഒരു കണക്കുണ്ട്. ഇത് കണ്ടോ, ഇപ്പോൾ ഇത് കാറ്റലോഗ് സാറിന് ഞാൻ ഫോർവേഡ് ചെയ്യുന്നുണ്ട്. ഈ 4 ടൺ എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ ഈ 4 ടണ്ണിനകത്ത് 12 എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് 1 ടൺ ആണ്. ഇത് 1.5 18 എന്ന് പറഞ്ഞാൽ 18,000 BTU, അതാണ് 18. 24,000 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 24 എന്ന് പറഞ്ഞാൽ 2 ടൺ. അപ്പം ഇങ്ങനെ നമുക്ക് 3 യൂണിറ്റ് കൊടുക്കാം. ഒരു ടണ്ണ്, 1.5 ടണ്ണ്, 1.5 ടണ്ണ്, 1.5 ടണ്ണിന്റെ 3 എണ്ണം, 1 ടണ്ണ്, 1.5 ടണ്ണ്, 2 ടണ്ണ്. അപ്പം ഇത് സാറ് കാൽക്കുലേറ്റ് ചെയ്താൽ കാണാം. 2 പ്ലസ് 1.5 3.5 4.5, അതായത് 4 ടൺ കപ്പാസിറ്റി ആണെങ്കിലും അതിന് ഒരു 120% വരെ എഫിഷ്യൻസി കൂട്ടാനുള്ള ശേഷിയുണ്ട്. ഇതൊക്കെ ഈ VRF-നകത്ത് വരുന്ന അതേ സിസ്റ്റം തന്നെയാണ്. അപ്പം ലിമിറ്റേഷൻ എന്നാന്ന് പറഞ്ഞാൽ VRF-നകത്ത് മൾട്ടിപ്പിൾ ഇൻഡോർ 60 യൂണിറ്റ് വരെയൊക്കെ 20 HP-കകത്ത് കൊണ്ടുപോകാം. അപ്പോൾ ഇവിടെ എന്നാന്ന് പറഞ്ഞാൽ ആ ഇൻഡോർ ലിമിറ്റേഷൻ ഉണ്ട്, അല്ലെങ്കിൽ ലിമിറ്റിന്റെ ടണ്ണേജിൽ ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇതിനെ VRV എന്ന് അവർ പറയാതെ മൾട്ടി എന്നും പറഞ്ഞ് ഈ ഡൊമസ്റ്റിക് യൂസിന് വേണ്ടി കൊണ്ടുവരുന്നത്. 2 ടണ്ണിന്റെ ഇത് നോക്കിയാൽ കാണാം. ഇപ്പൊ 2.5, നമ്മളിപ്പോ ഇതിനകത്ത് 2 യൂണിറ്റ്, ഒരു 4 ടണ്ണും ഒരു 2.5. അപ്പൊ 2.5-നകത്ത് നമ്മൾ ഉദ്ദേശിക്കുന്നത് 1.5 ടണ്ണിന്റെ 2 ആണ്. അപ്പൊ 3 ടണ്ണായി. അപ്പോൾ ഈ കാറ്റലോഗ് സാറ് നോക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ പ്ലേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ടണ്ണിന്റെ മെഷീനാണ്. ഈ 4 ടണ്ണിന്റെ മെഷീന് എവിടേക്കാണ് സപ്ലൈ പോകുന്നതെന്ന് പറഞ്ഞാൽ ഈ ചിൽഡ്രൻ ബെഡ്റൂം, ഡൈനിങ് ഏരിയ, അതേപോലെ തന്നെ ബെഡ്റൂം 2. അപ്പോൾ ഈ 3 സ്ഥലത്തും ഈ യൂണിറ്റ് 1 ടൺ ആയിരിക്കും, ഈ യൂണിറ്റ് 2 ടൺ ആയിരിക്കും, ഈ യൂണിറ്റ് 1.5 ടൺ ആയിരിക്കും. ഈ ഡൈനിങ് ഏരിയയിലോട്ട് 2 ടൺ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഈ മുറിയിലോട്ട് 1 ടണ്ണും ഈ മുറിയിലോട്ട് 1.5 ടണ്ണും. അപ്പം ഇതിൻ്റെ എല്ലാം ഇൻഡോർ ടു ഔട്ട്ഡോർ പൈപ്പ് പോകുന്നത് ഇങ്ങനെ പുറത്തൂടെ തന്നെ പൈപ്പ് പോകും. ഇൻഡോർ ടു ഔട്ട്ഡോർ പുറത്തൂടെ പൈപ്പ് പോകും. പിന്നെ അതേപോലെ തന്നെ ഇതിന് ഡ്രെയിനേജ്, ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡ്രെയിനേജ് കൊടുത്ത് ഇത് താഴെ കൊണ്ടുവന്ന് ഇതുപോലെ ഒരു പിറ്റിനകത്ത് നമുക്ക് ഇറക്കാം. അപ്പം ഡ്രെയിനേജ് വെള്ളം പുറത്തൊന്നും കാണത്തൊന്നുമില്ല. അങ്ങനെ ഒരു ഔട്ട്ഡോർ ഇൻഡോർ, 3 ഇൻഡോർ. ഇനി നെക്സ്റ്റ് നമ്മൾ വെച്ചിരിക്കുന്നത് പറഞ്ഞാൽ 2.5 ടണ്ണിന്റെ ഒരു ഔട്ട്ഡോർ, 2.5 ടണ്ണിന്റെ ഒരു ഔട്ട്ഡോർ. ഈ ഇതിൽ നിന്ന് ഒരു 1.5 ടണ്ണിന്റെ സ്പ്ലിറ്റ് അല്ലെങ്കിൽ വോൾ മൗണ്ട്. അത് കഴിഞ്ഞാൽ 1 വേ കസറ്റ് ആണ്. ഇത് 1 വേ കസറ്റ് ആയിരിക്കും. ഈ 1 വേ കസറ്റ് എന്ന് പറയുന്നത് ഈ കാറ്റലോഗ് നോക്കിയാൽ കാണാം, ഇതുപോലെ 1 വേ ആയിരിക്കും. അപ്പോൾ ഇതിന്റെ ഫ്ലോ വരുന്നത് ഇങ്ങനെ 1 വേ കസറ്റ് ആയിരിക്കും. ഒരു സൈഡിൽ നിന്നായിരിക്കും ത്രോ വരുന്നത്. അത് നമുക്ക് 4 വേ സ്വിങ് ഉണ്ട്. അപ്പം ആ ഒരു മെഷീനാണ് നമ്മൾ ഈ മെയിൻ ലിവിങ് ഏരിയയിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡ്രെയിനേജ് വരുന്നത്, അതിൻ്റെ പൈപ്പ്, കോപ്പർ പൈപ്പ് വരുന്നത് ഇങ്ങനെ ഇവിടുന്ന് വന്ന് ഈ മുറിയിലൂടെ സീലിങ്ങിൻ്റെ മേളിൽ കൂടെ പോയി ചാടിയാണ് ഇവിടെ വന്ന് കണക്ട് ആവുന്നത്. അതേപോലെ തന്നെ ഡ്രെയിൻ വരുന്നത് ഇവിടുന്ന് എടുത്ത് ഈ വാനിറ്റി ഏരിയ അല്ലേ, ഈ വാഷ് ബേസിൻ്റെ ഡ്രെയിനിലോട്ട് അത് നമ്മൾ കണക്ട് ചെയ്ത് പോകും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഡ്രെയിനേജ് നമ്മൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം ഈ മെഷീനും 1.5 ടൺ, ഈ 1 വേയും 1.5 ടൺ ആയിരിക്കും. ഈ രണ്ടും 1.5 ടണ്ണിന്റെ മെഷീൻ ആയിരിക്കും.
പുറമേ നിന്ന് നോക്കുമ്പം 2 ഔട്ട്ഡോർ യൂണിറ്റ് കാണത്തുള്ളൂ. സാർ, താങ്ക് യു.